താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ +1 അഡ്മിഷൻ എടുക്കാനായി ഇന്ന് സ്കൂളിലെത്തും. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികൾ എത്തുക. അഡ്മിഷൻ എടുക്കുന്നതിൽ എതിർപ്പറിയിച്ച് സ്കൂളിന് മുന്നിൽ പ്രതിഷേധം. ലിനറ്റ് വർഗീസ് ചേരുന്നു കോഴിക്കോട് നിന്ന്. ലിനറ്റ്, എപ്പോഴായിരിക്കും ഈ പ്രതികളായ കുട്ടികളുമായി പോലീസ് അവിടെ എത്തിച്ചേരുക? എപ്പോഴായിരിക്കും ഇവിടെ അഡ്മിഷൻ നടക്കുക? പ്രതിഷേധം ഏത് തരത്തിലാണ് സ്കൂളിന് മുന്നിൽ നടക്കുന്നത്? ലക്ഷ്മി പത്മ, ഇപ്പോൾ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, പ്രതിഷേധക്കാരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് MSFന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം കുറച്ച് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ +1 പ്രവേശനം സംബന്ധിച്ച് അത് നടക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് KSU MSF പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സൂരജാണ്. ഈ ഷഹബാസ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ അനുവദിക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതിഷേധമാണോ? തീർച്ചയായും അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഷഹബാസിന്റെ കൊന്നിട്ട് അതിന്റെ ചോരക്കറ പോലും മാറുന്നതിന് മുമ്പേ അവരെ SSLC എക്സാം എഴുതാൻ അനുവദിക്കുക, അവർക്ക് വീണ്ടും അഡ്മിഷൻ കൊടുക്കുക. ഇത് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് സർക്കാർ പൊതുസമൂഹത്തിനും ഈ വിദ്യാർത്ഥി സമൂഹത്തിനും ഒക്കെ നൽകുന്നത്? വലിയൊരു ക്രൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി സംഘം ചേർന്നുകൊണ്ട് കൊല ചെയ്തു, എന്നിട്ട് അതിൽ ആസ്വദിച്ചു. അവരെ വീണ്ടും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ അവർക്കൊരു വിലക്ക് പോലും കൽപ്പിക്കാതെ അവർക്ക് യഥേഷ്ടം എല്ലാ സൗകര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സമീപനങ്ങൾക്കെതിരെ ഈ നാടിന് നല്ല സന്ദേശം നൽകുക എന്നുള്ളതാണ് KSU ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. തീർച്ചയായും ഈ പറയുന്നത് പോലെ ഇവർ വളരെയേറെ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇവിടെ KSUവിന്റെയും അതോടൊപ്പം MSFന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ ഈ സ്കൂളിന് മുമ്പിൽ നിലയുറപ്പിച്ചൊരു സാഹചര്യമാണ്. ഇപ്പോൾ വെളിമാടുകുന്ന് ജൂനൽ ജസ്റ്റിസ് ഹോമിൽ നിന്ന്, ആ ഷെൽട്ടർ ഹോമിൽ നിന്ന് അവരെ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ സ്കൂളിൽ എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇവിടെ 2 സാധ്യതകൾ കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഈ +1 വിദ്യാർത്ഥികളുടെയൊക്കെ പ്രവേശനം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ സ്കൂളിലെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ വിവേചനാധികാരം വെച്ചുകൊണ്ട് ഈ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഇത്തരത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ എന്തെങ്കിലും എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം ഒരുപക്ഷെ ഈ ഒരു അഡ്മിഷൻ മാറ്റിവെക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു സാധ്യത, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇത് അപൂർവമാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അഡ്മിഷൻ തള്ളി പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഈ ഇത്തരത്തിലുള്ള വിവേചനാധികാരം പ്രിൻസിപ്പളിനുണ്ടായിരിക്കെ തന്നെ ഇപ്പോൾ +1 അലോട്ട്മെന്റ് ലഭിച്ച സാഹചര്യത്തിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ട ദിവസമാണെന്ന്. അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവർക്ക് രാവിലെ 9-നും അതോടൊപ്പം വൈകുന്നേരം 5-നും ഉള്ളിലുള്ള സമയത്തിൽ വന്ന് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉറപ്പാക്കിയിരിക്കുന്നത്. പോലീസിന്റെ എസ്കോർട്ടോടു കൂടിയാണ് ഈ വിദ്യാർത്ഥികളെ ഈ ഒരു സ്കൂളിലോട്ട് എത്തിക്കുന്നത്. അല്പസമയത്തിന് ശേഷം ഇവർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി പത്മ. ലിനറ്റ് വർഗീസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.